friends, welcome back to V4 Dress. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ക്ലീൻ ചെയ്തതാണ്. ഇനിയും ഒരു വട്ടം കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു അങ്കിളിനെ വിളിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ ക്ലീൻ ചെയ്യാം അല്ലേ? ഗായ്സ്, എൻ്റെ വീട്ടിൽ മലമ്പുഴ വെള്ളമാണ്. മലമ്പുഴയിലത്തെ വെള്ളം ക്ലോറിൻ അടങ്ങിയതാണ്. സോ ആ വെള്ളം ഫിഷ് ടാങ്കിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് 2 ദിവസമെങ്കിലും മിനിമം പിടിച്ചു വെക്കണം. നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചതും ഒഴിക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ മീനുകളെയും ഈ ടാങ്കിലത്തെ കുറച്ച് വെള്ളത്തിൽ ഈ ഒരു വലിയ പോളിത്തീൻ കവറിൽ ആക്കാൻ പോകും. ആക്കിയിട്ട് നമ്മൾ ഈ പോളിത്തീൻ കവറിൽ കെട്ടിയിട്ട് നമ്മൾ നേരത്തെ പിടിച്ച് വെച്ച വെള്ളത്തേക്ക് ഇതിനെ മുക്കി വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ മീനിൻ്റെ ടെമ്പറേച്ചറും ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കൂടി ഒന്ന് സെറ്റ് ആവാനാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ടോപ്പ് എടുത്ത് മാറ്റിയിട്ട് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യാം അല്ലേ? നമ്മൾ ഫിഷ് ടാങ്കും കല്ലും എല്ലാം കഴുകുമ്പോൾ സോപ്പ്, ഡിറ്റർജൻറ്റ് അങ്ങനത്തെ ഒരു തരത്തിലുള്ള കെമിക്കലും യൂസ് ചെയ്യരുത്. കാരണം ആ കെമിക്കലിൻ്റെ എഫക്റ്റിൽ ചിലപ്പോൾ മീനുകളൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫിഷ് ടാങ്ക് കഴുകി, കല്ല് കഴുകി, ഫിൽറ്റേഴ്സ് കഴുകി. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഫിഷ് ടാങ്കിനെ. അപ്പോൾ ഞാൻ ഇത് കഴുകാൻ
ഫ്രണ്ട്സ്, നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പിടി കല്ലുപ്പ് തന്നെ ഫിഷ് ടാങ്കിലെ വെള്ളത്തിലേക്ക് ഇടണം. പിന്നെ മെഡിസിനും ഇടണം. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മീനുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മെഡിസിൻ ഒഴിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻ മിസ്റ്റർ ബ്ലൂ ആണ്. ഒരു 4 drops ഓഫ് മെഡിസിൻ മതിയാവും ഇങ്ങനത്തെ ഫിഷ് ടാങ്കിന്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ബൗളുകൾക്ക് 1 or 2 ഡ്രോപ്സേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ 1 2 3 4. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു, ലൈറ്റ് ഇട്ടു, മോട്ടർ ഇട്ടു. ഇനി ഒരു 3 to 4 hours ഇങ്ങനെ തന്നെ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ വെള്ളം ഒന്ന് ഫിൽട്ടറായി കിട്ടാനാണ്. 3 to 4 hours കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷിനെയൊക്കെ ഫിഷ് ടാങ്കിൽ ഇടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫിഷിനെ ഒക്കെ ഫിഷ് ടാങ്കിലേക്ക് ഇടാം അല്ലേ. വർക്കിന് ശേഷം നമ്മൾ ഫിഷ് ടാങ്ക് ക്ലീനായി കഴുകി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തുക. താങ്ക്സ്.